ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി കപ്പ കൊണ്ട് ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടിന്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മടുക്കാത്ത നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഇനി വീട്ടിൽ കപ്പ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് അതൊരു മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം. ഇനി ഇതിൽ നല്ലൊരു മണത്തിന് വേണ്ടി 2 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി ഒരു അരക്കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കരുത്. ഇപ്പം ഞാനിതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ പാല് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അരച്ചെടുത്ത മിക്സ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതും കൂടെ ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടി ഒരു 1/4 കപ്പ് അളവിലും കൂടെ ഉള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പ്, അരക്കപ്പ് എന്നൊക്കെ പറയുന്നത് മെഷർമെന്റ് കപ്പിന്റെ അതേ ഒരു അളവ് അനുസരിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പോൾ ദാ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ ഇതുപോലൊരു കയ്യിലുകൊണ്ട് കോരി കാണിച്ചു തരാം. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കവറ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത്. നല്ല കട്ടിയായിട്ടുള്ള പാലാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റിലും പരുവത്തിലൊക്കെ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിപ്പയിൽ അരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു കപ്പയുടെ പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ. കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നവരേക്കും ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതുപോലൊരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. സ്പൂൺ കൊണ്ട് കോരിക്കഴിക്കുന്ന ആ ഒരു പരുവത്തിലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതേപോലെ 1 സ്പൂൺ അളവിൽ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് കട്ട് ചെയ്തെടുത്ത് കഴിക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ആക്കി കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കുക. ഇനി അതേ സ്പൂൺ അളവിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. പാൽപ്പൊടി സ്കിപ്പ് ചെയ്യരുത്, അതുകൂടി ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ഓരോരുത്തർക്കും മധുരം എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കൈവിടാതെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എത്ര സമയമാണോ ഇത് റെഡി ആവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിലും ടേസ്റ്റിലും ഇത് കിട്ടുള്ളൂ. ഇത് നന്നായിട്ട് കുറുകി വരുന്നവരേക്കും നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇളക്കി കൊടുക്കാൻ നിന്നാൽ ആകെ നല്ലപോലെ കട്ടയായിട്ട് പോവും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് പരുവത്തിന് കിട്ടാൻ വേണ്ടി ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് കുറുകി ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടുമ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതാ ഈ ഒരു സ്പാച്ചിൽ ഇതുപോലെ ഒന്ന് കോരി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചൂടോടെയോ അല്ലെങ്കിൽ ചൂടാറിയതിന് ശേഷമോ നമുക്ക് ഇഷ്ടമുള്ള അവൈലബിൾ ആയിട്ടുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഉരുകി പോവും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നല്ലപോലെ ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രീസറിലോ അല്ലാന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയോ വെച്ച് നമുക്കിത് തണുപ്പിച്ചെടുത്ത് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊരു 2 മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും എന്നൊക്കെ പറയുന്ന പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഡിസേർട്ടാണ്. ഈ ഒരു രീതിയിൽ നിങ്ങളും ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.